റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഅ ഇലാ ഹുദാ, ആരെങ്കിലും ഒരു ഹുദയിലേക്ക്, ഒരു നിർമാർഗ്ഗത്തിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചു കഴിഞ്ഞാൽ, കാന ലഹു മിനൽ അജ്രി മിസ്ല ഉജൂരി മൻ തബിഅഹു, ആ നന്മ പിന്തുടരാൻ വേണ്ടി ആഗ്രഹിച്ച് അതിലേക്ക് പ്രവേശിച്ചവരുടെ ഒക്കെ പ്രതിഫലം ആ മനുഷ്യന് കിട്ടും. ഇന്നൊരാളൊരു നന്മ കാണിച്ചു കൊടുത്തു, അയാൾ ഇന്ന് മരണപ്പെട്ടു എന്ന് വിചാരിക്കാൻ, അല്ലെങ്കിൽ നാളെ അദ്ദേഹം മരണപ്പെട്ടു എന്ന് വിചാരിക്കാൻ, നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു നന്മ കൊണ്ട് ആരൊക്കെയോ ഇത് സ്വീകരിക്കുകയും വരികയും ചെയ്തു. അവനെ പിന്തുടർന്നുകൊണ്ട് പിന്നീട് കുറെ ആൾക്കാർ വന്നു, അവരെ പിന്തുടർന്ന് വേറെയും ആളുകൾ വന്നു കഴിഞ്ഞാലും ഈ മനുഷ്യൻ പിറ്റേ ദിവസം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ആ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ പ്രതിഫലത്തിൽ ഒട്ടും കുറയാതെ അവരുടെ അതേ നന്മ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ശൈഅ, അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഒരിക്കലും ഒരു കുറവുണ്ടാവില്ല, പക്ഷേ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ അത്ര തന്നെ പ്രതിഫലം ഈ മനുഷ്യന് കിട്ടും. എന്നിട്ട് റസൂൽ അവിടെ നിർത്തിയോ, വമൻ ദഅ ഇലാ ദലാല, എന്നാൽ ഒരു ദലാലത്തിലേക്ക്, ഒരു തിന്മയിലേക്ക് ഒരു മനുഷ്യൻ ഒരാളെ ക്ഷണിച്ചു കഴിഞ്ഞു, കാന അലൈഹി മിനൽ ഇസ്മി മിസ്ല അസാമി മൻ തബിഅഹു, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ അത് കണ്ടിട്ടും കേട്ടിട്ടും എത്രയെത്ര ആളുകളാണോ ആ മോശ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവന്റെ ഒക്കെ തിന്മ ഇവന് വന്നുകൊണ്ടേയിരിക്കും എന്ന് റസൂലുള്ളാഹി. ലാ യൻഖുസു ദാലിക മിൻ അസാമിഹിം ശൈഅ, അവരുടെ തിന്മകളിൽ ഒട്ടും കുറയാതെ ഇവന്റെ ഖബറിലേക്ക് അത് വന്നുകൊണ്ടേയിരിക്കും. അവസാനം അല്ലാഹുവിന്റെ മുമ്പിൽ അവൻ ഹാജരാകുന്ന സമയത്ത് അവൻ തെറ്റുകാരനായിക്കൊണ്ട് മാത്രം ഹാജരാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അതികഠിനമാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള തെറ്റുകളെ ചെറുതായി കാണുകയോ നിസ്സാരവൽക്കരിക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിൽ പാർട്ടി കാര്യങ്ങളൊന്നുമില്ല. ഏത് പാർട്ടിക്കാരൻ തോന്നിയാസം ചെയ്താലും അത് തോന്നിയാസാണ്. അത് ന്യായീകരിക്കാൻ നിൽക്കേണ്ട. ആണും പെണ്ണും കൂടി അതൊക്കെ സംഭവിക്കൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്സാരവൽക്കരിക്കുന്നതിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ബാക്കി ആര് പറഞ്ഞാലും ഞാൻ കൂടുതൽ അതിന് വിശദീകരിക്കുന്നില്ല. അത് പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. നമ്മളെ കൊടി അതിൽ പ്രശ്നമാകരുത്, നമ്മുടെ ചിഹ്നം പ്രശ്നമാകരുത്, നമ്മുടെ ചിന്ത പ്രശ്നമാകരുത്. ഇസ്ലാമികമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ പള്ളിയിൽ കൂടിയതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം തെറ്റുകളെ ന്യായീകരിക്കാൻ നമ്മൾ മുന്നിൽ ഉണ്ടാകരുത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചകൾ ഇങ്ങനെ കാണുമ്പോൾ വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള ചർച്ചകളും ന്യായീകരണങ്ങളും അവനവന്റെ പാർട്ടിയിൽ പെട്ടവനാണെന്നുള്ളത് കൊണ്ട് തെറ്റു ചെയ്തതിനെ ന്യായീകരിക്കുന്നവരിൽ മുസ്ലിങ്ങളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ പാർട്ടിയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും തെറ്റിനെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. അവിടെ മിണ്ടാന്നാ മതി. പാർട്ടി നമ്മുടെ മനസ്സിലുണ്ട്, പാർട്ടി നമ്മുടെ പ്രവർത്തനത്തിലുണ്ട്. തെറ്റ് ചെയ്തവർ പാർട്ടിക്കാരനാണെങ്കിൽ മിണ്ടാതിരിക്കുക, നമ്മളെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. എതിർക്കാൻ കഴിയോ എതിർക്കുക, തെറ്റാണെന്ന് ഉറക്കെ പറയാൻ കഴിയോ ഉറക്കെ പറയും. സഹോദരങ്ങളെ, എത്രത്തോളം എന്നറിയോ, നിങ്ങൾ 2 മിനിറ്റ് ഞാൻ നിൽക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വോട്ട് ചോരി നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതുമായി പ്രത്യക്ഷത്തിൽ അത് നടന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞ് അതിന്റെ പിന്നാലെ നടക്കുകയും അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവ വികാസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ചർച്ച ചെയ്യാൻ ആളുകളില്ല. നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊന്നും ഒരു ബാധകല്ല എന്നുള്ളത്. നമ്മൾ SIR ഇവിടെ നടന്നു എന്ന് വിചാരിക്കുക. ഏറ്റവും കൂടുതൽ ബാധിക്കുക ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിലും അല്ലാത്തവരുമായിട്ടുള്ള ന്യൂനപക്ഷത്തിൽ തന്നെയാണ് അത് ബാധിക്കുക, ഒരു സംശയവുമില്ല. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നാളെ പിറ്റേന്ന് വോട്ട് ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്യുകയും അവർക്ക് താൽക്കാലികമായി വോട്ടവകാശം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് പിന്നീട് അതിന്റെ പരിണാമം എന്തായിരിക്കുമെന്നറിയോ? വോട്ട് മാത്രം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ മാത്രമല്ല ഉണ്ടാവുക. അവിടെ സംഭവിക്കുന്നത്, ഇവിടെ മൂല്യബോധമുള്ള മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രതികരണം എന്നോണമാണ് ഇത്രയെങ്കിലും നമ്മൾ സുരക്ഷിതമായി ജീവിച്ചു മുന്നോട്ട് പോകുന്നത്. ബീഹാറിലേക്കും വെസ്റ്റ് ബംഗാളിലേക്കും എന്നൊക്കെ പോയി നോക്കൂ, ആയിരക്കണക്കിന് മനുഷ്യർ ഇന്നും അവിടെ അക്ഷയ കേന്ദ്രത്തിൽ വരി നിൽക്കുക. നേരിട്ട് കണ്ടിട്ടാ ഞാൻ പറയുന്നത്. ആയിരക്കണക്കിന് വരുന്ന മനുഷ്യൻ നാളെ എന്താകുമെന്ന് അറിയാതെ അവർ അത്രമാത്രം ആശങ്കാകുലരായി ജീവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഇന്ത്യയിൽ. കാരണം അവരുടെ പേരൊന്നും വോട്ട് ലിസ്റ്റില്ല. വോട്ട് ലിസ്റ്റ് ഇല്ലാത്തവന്റെ പേര് നാളെ പിറ്റേന്നവന് അവന്റേതായിരിക്കുന്ന പിന്നെ പേര് പോലും അല്ലെങ്കിൽ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക്
ഇവിടെ നിന്ന് മാറ്റം ചെയ്യപ്പെടുന്ന, നീക്കം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് അവൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും അത് ബീഹാറിലല്ലേ, അത് വെസ്റ്റ് ബംഗാളിലല്ലേ, അത് അങ്ങോട്ട് ബംഗാളിലല്ലേ, അത് തമിഴ്നാട്ടിലല്ലേ? അല്ല, നാളെ പിറ്റേത് നമ്മുടെ പ്രവാസികൾക്കും അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് ഇവിടെ സംജാതമാകുന്നത് എന്ന് നന്നായി നമ്മൾ ഓർത്താൽ നന്നു. അതൊന്നും ചർച്ച ചെയ്യാതെ ഇത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെ ന്യായീകരണ തൊഴിലാളികളായി മുസ്ലിങ്ങളായ നമ്മൾ മാറരുതെന്ന് അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുന്ന വിശ്വാസികളെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ.